നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ. രാവിലത്തെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ മോൺ ടൗൺ. അത്യാവശ്യം നല്ല കോടയുണ്ട്. ഇന്നലെ താമസിച്ചത് ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് കേട്ടോ. ഇതാണ് സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ ഹോസ്റ്റല്. ഇവിടെയാണ് നമ്മൾ താമസിച്ചിട്ട്. എൻ്റെ സൈക്കിൾ അവിടെയുണ്ട്. ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നാഗാലാൻഡിലെ മോൺ ടൗണിലാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ താമസിച്ചത് ഇവിടെ മോൺ ടൗണിൽ ഇവിടെ ഒരു സെൻറ്റ് മേരീസ് സ്കൂളുണ്ട്. അത് മലയാളികളുടെ സ്കൂളാണ്. അവിടെയാണ് താമസിച്ചേട്ടാ. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. അവരിപ്പോൾ സ്കൂളിലായിരിക്കും. ഞാൻ എന്തായാലും അവരെ പരിചയപ്പെടുത്തരാട്ടാ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇവിടേക്ക് ഒന്ന് കറങ്ങാൻ പ്ലാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇറങ്ങിയേക്കുന്നത് കേട്ടോ. ഈ മോൺ ടൗൺ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു ടൗണാണ് കേട്ടോ. ഇവിടെ എല്ലാവിധ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു മോൺ ഡിസ്ട്രിക്റ്റിൻ്റെ ഹെഡ് ക്വാർട്ടറും കൂടെയാണ് കേട്ടോ ഈ ഒരു മോൺ ടൗൺ എന്ന് പറയുന്നത്. അതുപോലെ രാവിലെയൊക്കെ ഭയങ്കര കോടയാണ്. ഇപ്പോഴും ഭയങ്കര കോടയുണ്ട് കേട്ടോ. ഒന്നും കുറഞ്ഞിട്ടുണ്ട്. നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യാനുണ്ട് കേട്ടോ. ഇന്നലെയൊക്കെ അത്യാവശ്യം നല്ല വെയിലാണ് കേട്ടോ. ഇവിടുത്തെ വെയിൽ നമ്മുടെ നാട്ടിലെ വെയിലിനേക്കാളും ഭയങ്കര ചൂട് കൂടുതലാണ്. ഹ്യൂമിഡിറ്റി ഭയങ്കരമാണ് കേട്ടോ ഇവിടെ. ഇതാണ് മോൺ ടൗണിലെ രാവിലത്തെ മാർക്കറ്റിൻ്റെ കാഴ്ച കേട്ടോ. ഒരുപാട് പച്ചക്കറികളുണ്ട്, കണ്ടില്ലേ. ഇത് കുറേയൊക്കെ ലോക്കലാണ് കേട്ടോ. ലോക്കൽ പച്ചക്കറിയും കാര്യങ്ങളൊക്കെയാണ്. കുറവാണ് കേട്ടോ മാർക്കറ്റിൻ്റെ തട്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ഹെറിറ്റേജ് എത്തും. അങ്ങോട്ടേക്കാണ് പോണത്. കണ്ടില്ലേ, ലോക്കൽ ഇഞ്ചിയാണ്ടേ കാണുന്നത്. ഇവിടെ ഇപ്പോഴത്തെ കോഴികളാണ് ഈ കാണുന്നത്. നാടൻ കോഴികളാണ് ഈ കാണുന്നത്. ഇവിടെയാണ് കേട്ടോ നാടൻ കോഴികൾ. ചെറുതാണ് ഈ കാണുന്നത്. കുഞ്ഞു കോഴികളാണ്. ഉണക്ക മീനുകൾ. നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഇവിടെ. ഈ ഒരു രീതി മുഖം പൊത്തിക്കൊണ്ട് തന്നെ നോക്കിയേ. പിന്നെ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം. രോഹു, പിന്നെ വേറെ എന്തൊക്കെയോ ഒരു മീനാണ് കാണുന്നത്, ഇറച്ചി. ഇത് ഈ കാണുന്നത് റാപ്പിഡോസാണ് കേട്ടോ, അല്ലെങ്കിൽ സ്കൂട്ടർ ടാക്സി എന്ന് പറയും കേട്ടോ. ഇതിനാ പിള്ളേരൊക്കെ രാവിലെ സ്കൂളിൽ പോണതാണ് ഈ കാണുന്നത്. ഇതുണ്ടല്ലേ, ഈ കാണുന്ന ഇലകളൊക്കെ ഇവിടുത്തെ ലോക്കലാണ് കേട്ടോ. ഇതിവർ ഈ ബോയിൽ ചെയ്താണ് കഴിക്കണത്. അതുപോലെ തന്നെ ഇന്ന് മത്തങ്ങയുണ്ട് കാണുന്നത്. മത്തങ്ങ ശരിക്കും നമ്മൾ ഈ നോർത്ത് ഈസ്റ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതലും കാണുന്നത് ഇവിടുത്തെ ലോക്കൽ പച്ചക്കറികളാണ് ഈ കാണുന്നത്. ഇപ്പോഴത്തെ സൈഡിലാണെങ്കിൽ ഫുള്ള് കാണുന്നത് മീറ്റിൻ്റെ സ്റ്റാളുകളാണ് കേട്ടോ. ഈ കാണുന്നത് ചിക്കൻ, ബീഫ്. ചിക്കൻ ഇല്ല കേട്ടോ, ഇതിൽ ബീഫുണ്ട്, പോർക്കുണ്ട്. ഇപ്പോഴത്തെ സൈഡിലാണെങ്കിൽ മീനുകളാണ് കാണുന്നത്. എനിക്ക് എന്തോ നെയ്മീൻ എന്തോ ആണെന്ന് തോന്നുന്നത്. രോഹു ഉണ്ട്. പിന്നെ ഇതെന്ത് മീനാണെന്ന് അറിയില്ല കേട്ടോ. ഈ കാണുന്നത് ഇവിടുത്തെ ഗ്രൗണ്ടാണ് കേട്ടോ. ഇവിടെ കഴിഞ്ഞ ദിവസം എന്തൊക്കെ പരേഡ് കിടപ്പുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻസ് ഡേ ആണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പരേഡ് കാര്യങ്ങളൊക്കെ നടപ്പുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്ററും കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെയാണ് ഹെറിറ്റേജ് വന്നത് കേട്ടോ. അതായത് കോണിയാക് ട്രൈബിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹെറിറ്റേജ് കാണാനാണ് നമ്മൾ പോണത്. भैया यहाँ से कितना दूर है? ये हेरिटेज कितना दूर है? दूर है तो आज का मौसम तो ठीक है ना. ഈ കാണുന്നതാണ് മോൻ എന്ന് പറഞ്ഞ ടൗൺ കേട്ടോ. നമ്മൾ ഇവിടെ നിന്നാണ് വന്നത്. എവിടുന്നൊക്കെയാട്ടോ വന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം ഈ ഒരു ബിൽഡിംഗ് കണ്ടിട്ട് ഒന്നും മനസ്സിലാകാനില്ല കേട്ടോ. ഒരുപാട് ബിൽഡിങ്ങുകൾ ഇങ്ങനെ അട്ടിയിട്ട പോലെ ഇങ്ങനെ ഇരിക്കണേണ്. നമ്മളിങ്ങനെ കറങ്ങി നേരെ ഇവിടെ എത്തിയിട്ടോ. ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ല ഒരു ഹെറിറ്റേജ് വില്ലേജ് ഉണ്ട്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. അത് ഓപ്പൺ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ മാപ്പിൽ നോക്കിയിട്ട് ക്ലോസ്ഡ് ആണ് കാണിക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. ഓൾട്ടോ വേണ്ട, ഇത് ഇവിടുത്തെ ടാക്സി സർവീസാണ്. നമ്മൾ ഓൾട്ടോ അതുപോലെ 800 കൂടുതലും ടാക്സി സർവീസ് ഉണ്ട് നമ്മുടെ മേഘാലയയിൽ വെച്ചാണ് കേട്ടോ. അതുപോലെ ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ കോണിയാക് ഹെറിറ്റേജ് കോംപ്ലക്സ് എത്തിയിട്ടാ കാണുന്നതാണ്. ഇവിടെ എന്തൊക്കെയോ ടിക്കറ്റ് ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ആദ്യം കയറി നോക്കാം കേട്ടോ. അങ്ങനെ കോണിയാക് ഹെറിറ്റേജ് കോംപ്ലക്സ് ഇതിപ്പോൾ ഓപ്പൺ ആണെന്ന് തോന്നുന്നുണ്ട്. ഒരു ഗേറ്റ് തുറന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഫ്ലഡിൻ്റെ അതൊക്കെ ആയിട്ട് ഓപ്പൺ അല്ലെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. പക്ഷേ കയറി നോക്കാം. ഇതുണ്ടല്ലേ, പിന്നെ പഴയ കൾച്ചറും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. പണ്ട് ആളുകളുടെ തലയൊക്കെ വെട്ടിയതിൻ്റെ ഓരോരോ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ മിഥുൻ്റെ
ഒരു കൊത്തുപണി ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ള് ഈ കാണാൻ മരത്തിൽ ഇങ്ങനെ കൊത്തി വെച്ചേക്കുന്നതാണ്. അതുപോലെ അവരുടെ കയ്യിലുള്ള തോക്ക്, പിന്നെ ഒരു കത്തി. നിങ്ങൾ നമ്മുടെ ഫോട്ടോസും വീഡിയോസും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇതേപോലെ അരുണാചലിൽ വെച്ചൊരു ഗ്രാമത്തിൽ പോയപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു ഡ്രസ്സിങ് രീതിയൊക്കെ എടുത്തിട്ടതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഈ കാണുന്നത് കടുവ മിഥുന പിടിക്കണ ഒരു ചിത്രമുണ്ട് ഇവിടെ വെച്ചേക്കണത്. പിന്നെ അത് ആനയൊക്കെ ഉണ്ട് കേട്ടോ, ആന. പിന്നെ ഇവിടുത്തെ ഹോൺബിൽ എന്ന് പറഞ്ഞൊരു പക്ഷി ഉണ്ട് കേട്ടോ. ആ ഒരു പക്ഷീനെ ചൊല്ലിയാണ് ഇവിടെ ഒരു ഹോൺബിൽ ഫെസ്റ്റിവൽ ഇവർ വെച്ചേക്കുന്നത് കേട്ടോ. ആ ഒരു പക്ഷിയുടെ ചിത്രവും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതെനിക്ക് തോന്നുന്നു പെണ്ണുങ്ങളുടെ ട്രഡീഷണലായിട്ടുള്ള ആ ഒരു രീതിയാണ് കൊടുത്തേക്കുന്നത്. എന്തായാലും നല്ലൊരു ഭംഗിയാണ്. നമുക്ക് എന്തായാലും അകത്തേക്ക് കയറാട്ടോ. ഇത് ഗവൺമെൻറ് ഓഫ് നാഗാലാൻഡിൻ്റെ അണ്ടറിലാണ് കേട്ടോ ഈ ഒരു ഹെറിറ്റേജ് ഇവർ ഇപ്പോഴും കാത്തു സൂക്ഷിച്ച് വെച്ചേക്കണത്. ഇവിടെ പിള്ളേർ വന്നിട്ടുണ്ട്. ഇവിടെ അടുത്ത് കോളേജിലുള്ള പിള്ളേരാണെന്ന് തോന്നുന്നു. ഇവിടെ അടുത്തൊരു കോളേജ് ഉണ്ട് കേട്ടോ, അത് ഗവൺമെൻറ് കോളേജാണ്. നല്ല ആ ഒരു രീതിയിൽ തന്നെയായിട്ട് ഇവർ പണിത് വെച്ചേക്കണേ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. ഈ ഒരു വീടൊക്കെ ഒഴിക്കും ഇങ്ങനെ കട്ട് ചെയ്ത് സെറ്റാക്കിയാണ്ട് വെച്ചേക്കണത്. ഇവിടെ ആരും ഇല്ല കേട്ടോ. OT1 AC ടിസിറ്റ് കേട്ടോ. ടിസിറ്റിൻ്റെ അണ്ടറിൽ തന്നെ എന്തോണെന്ന് തോന്നുന്നുണ്ട്. അവിടെ ടിസിറ്റിൻ്റെ ആ ഒരു പ്ലേസിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മരത്തിൻ്റെ ഇരിക്കാനുള്ള ചെയറൊക്കെ ഉണ്ട്. ഈ കാണുന്നതൊരു മുതലേട്ടാ, മുതല. പിന്നെ ഈ കാണുന്നതാണ് ഹോൺബിൽ എന്ന് പറഞ്ഞ ഇതട്ടെ. ഇതിനെ നമ്മുടെ ഇതെന്തേലും പറയണം, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ അത് കടുവ, കുരങ്ങൻ, പിന്നെ അത് ഇവരുടെ പഴയ ആൾക്കാരുടെ ആ ഒരു, എനിക്ക് തോന്നുന്നു ഇത് രാജാവിൻ്റെ ആയിക്കോട്ടെ കൊടുത്തേക്കണം. മാല കണ്ടിട്ട് എനിക്ക് തോന്നുന്നു രാജാവാണെന്ന്. രാജാവല്ല കേട്ടോ, ഇത് 2 പേരാ ഇദ്ദേഹം തല വെട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് 2 ഇത് കൊടുത്തേക്കണം കേട്ടോ മാലയിൽ. ഇത് നോക്കി ആനയുടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒറിജിനൽ അല്ല, ഇതെല്ലാം മരം വെച്ചുണ്ടാക്കിയതാണ്. ഈ കാണുന്നത് മാന എന്ന് തോന്നുന്നുട്ടോ. ഇതൊക്കെ എല്ലാം ഇവർ തന്നെ പണിതേക്കനെയാണ്. അടിയിൽ കണ്ടില്ല ആമ. ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു മ്യൂസിക് എക്യുപ്മെൻറ്റ്സ് ആണ് കേട്ടോ. മ്യൂസിക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് കൊട്ടുപോട്ടെ ഇവർ. ഇത് കണ്ടില്ലേ, ഇവിടെ കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഫെസ്റ്റിവൽ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ സംഭവങ്ങളെടുത്ത്, അതായത് കണ്ടില്ലേ ഈ സാധനം എടുത്ത് ഇങ്ങനെ നല്ല രീതിയിൽ കൊട്ടുപോട്ടോ. അതിനുവേണ്ടിയാണ് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ലൊക്കേഷനിൽ ഇവിടെ വെച്ചാണ് മിനി ഹോൺബിൽ ഫെസ്റ്റിവൽ നടത്തുന്നത് കേട്ടോ. ശരിക്കും ഹോൺബിൽ ഫെസ്റ്റിവൽ നടത്തുന്നത് നമ്മുടെ ദിമാപൂർ കൊഹിമയിലാണ് കേട്ടോ. കൊഹിമയിലാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ ഉള്ളത്. അപ്പോൾ എല്ലാവരും പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ഒരു മോൺ ഡിസ്ട്രിക്റ്റിൽ, ഈ ഒരു മോൺ ടൗണിൽ ഈ കാണുന്ന ഹെറിറ്റേജിൽ, അതായത് കോണിയാക്ക് ഹെറിറ്റേജിൽ വെച്ചാണ് ഇവരുടേതായിട്ടുള്ള ഹോൺബിൽ ഫെസ്റ്റിവൽ നടത്തുന്നേട്ടാ. അതാണ് തോന്നുന്നത്. ഓരോ ഗ്രാമത്തിൻ്റെയും ഓരോ പേര് കൊടുത്തേക്കുന്നത്. വാക്ചിങ്, പിന്നെ നമ്മൾ നേരത്തെ ടിസിറ്റ് കേട്ടോ, നമ്മൾ ടിസിറ്റ് വില്ലേജിൽ നിന്നാണ് വന്നത്. അപ്പോൾ വാക്ചിങ് പോകാൻ പ്ലാനുണ്ട്. ഇതുണ്ടല്ലേ, ഇത് വമ്പൻ ടൈഗറിൻ്റെ ഒരു എന്താ പറയുക ഒരു കൊത്തുപണിയാണ് വെച്ചേക്കണത്. ഇത് മരമാണ്, ആ മരമാണ് കേട്ടോ. ഇത് മരമാണ്, എല്ലാം മരം വെച്ചാണ് ഇവർ പണിതേക്കണ. ഇതുണ്ടല്ലേ ടൈഗറിൻ്റെ നഖം. എന്തായാലും സെറ്റാണ്ടാ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റും, കണ്ടില്ലേ. അതുപോലെ തന്നെ ഈ കാണുന്നത് ഇവരുടെ ട്രഡീഷണലായിട്ടുള്ള ഒരു കിച്ചൻ്റെ ഒരു സംഭവമാണ് കൊടുത്തേക്കുന്നേട്ടാ. ഈ ഒരു മിനി ഹോൺബിൽ ഉണ്ടാകുന്ന സമയത്ത് ഇവരെല്ലാവരും ഒത്തുകൂടി ഈ ഒരു സ്ഥലം തന്നെ കളർഫുള്ളാവും. ഒരുപാട് ആൾക്കാർ വരും. അവരുടെ ഓരോരോ ഗ്രാമത്തിലേതായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങളായിട്ട് ഇവിടെ നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതേപോലത്തെ സംഭവങ്ങളാണ്. ഇതിൽ കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ച് ഇങ്ങനെ കൊട്ടു കേട്ടോ, പാട്ട് കാര്യങ്ങളൊക്കെ, മ്യൂസിക്കൊക്കെ ഇതിലാണ്. ഇതൊരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കേട്ടോ. ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ഇൻറ്റീരിയർ കൊടുത്തേക്കുന്നത് ഒരു ആനയുടെ ഒരു രീതിക്കാണെന്നാണ് തോന്നുന്നത്. കണ്ടില്ലേ, ആനക്കൊമ്പാണ് ഈ കാണുന്നത്. കാണുന്ന ഓരോരോ തട്ടുകൾ കണ്ടില്ലേ, ഇവിടെ ഓരോരോ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഹോൺബിൽ ഫെസ്റ്റിവലിൽ നടക്കുന്ന സമയത്ത് അതത് ട്രൈബ്സിൻ്റെ അതത് സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കണ ഒരു സ്ഥലവും കൂടിയാണ് ഇത്. ശരിക്കും ഇവരുടെ ആ ഒരു ഹോൺബിൽ, മിനി ഹോൺബിൽ എനിക്ക് തോന്നുന്നത് ഏപ്രിലിൽ ആ ഒരു ടൈമിലാണ് തോന്നുന്നുണ്ടാ. ശരിക്കും ഞാൻ പറഞ്ഞില്ല, ഇവിടെയുള്ള ആൾക്കാർക്ക് ഫുള്ളും വലിയ ഹോൺബിൽ ഫെസ്റ്റിവലിന് അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ കൊണ്ടായിരിക്കാം ഇവരിങ്ങനെ വെച്ചിട്ടാ. ശരിക്കും ഇവിടെ 40 സംതിങ് ഗ്രാമങ്ങളുടെ ഇതേപോലെയുള്ള തട്ടുകളുണ്ട് കേട്ടോ. എല്ലാത്തിലും പല പല രീതികളിലാണ്. ഇത് കണ്ടില്ലേ, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടിട്ട്. ഇതെല്ലാം കോണിയാക്കിൽ പെട്ടതാണ്, പക്ഷേ
അവിടെയും ഇവിടെയും ചെറിയൊരു വ്യത്യാസങ്ങളുണ്ട്. ഇതെനിക്ക് തോന്നുന്നു റാണിയാന്ന് തോന്നുന്നുണ്ട്, റാണിയുടെ എന്തോ മാലയൊക്കെയെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ ഇവിടെ ഉണ്ട് കേട്ടോ, ഇതൊരു മാലയാണ്. പിന്നെ ഈ കാണുന്നത് കമ്മലില്ലേ, ഇതെല്ലാം കണ്ടില്ല മരം വെച്ചാണ് പടന്നേക്കുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്നത് വളയാണ് കേട്ടോ. ഇവിടെ ഒരു സിംഹത്തിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മീനിങ് നോക്കിയേ, ഇത് ശരിക്കും മിഥുനാണ് കേട്ടോ, മിഥുന വേട്ടയാടുന്ന സിംഹം, ആ ഒരു രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ കൊമ്പിലിങ്ങനെ അതിൻ്റെ കൈ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇപ്പോഴത്തെ കാണുന്നത് രാജാവാണ്. രാജാവിൻ്റെ കണ്ടില്ല മാല, പിന്നെ രാജാവിൻ്റെ തലയിലുള്ള തൊപ്പി, ഡ്രസ്സിങ് കാര്യങ്ങൾ. ഇത് രാജാവാണോ അല്ലെങ്കിൽ ഒരു ഭടനാണോ എന്ന് അറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ആശയത്തിൽ പറയുന്നതാണ്. ഇവിടെ പറഞ്ഞു തരാൻ വേണ്ടി ആൾക്കാരൊന്നുമില്ല കേട്ടോ. ശരിക്കും ഈ കാണാൻ ലൈറ്റിംഗ് സിസ്റ്റങ്ങളൊക്കെ ഇല്ലേ, ഇതെല്ലാം ടെമ്പററി ആണ്. ശരിക്കും ഇത് ആ ഒരു ഹോൺബിൽ ടൈമിൽ ആളുകൾ വരുമ്പോൾ അവർക്ക് വേണ്ടിയുള്ളതാണ്. ഇതുണ്ടല്ലേ, ഇതൊരു ഡൈനിങ് ടേബിളാണ് കേട്ടോ, പഴയ ആ ഒരു രീതിയിലാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ കണ്ട സംഭവം കേട്ടോ, ഇതെല്ലാത്തിൻ്റെ ഇതിലും ഉണ്ടാവും, എല്ലാ വില്ലേജിലും ഉണ്ടാവും കേട്ടോ. കാരണം ഇത് ഇവരുടെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് കേട്ടോ. ല്ലേ ഇതിൻ്റെ ഉള്ളിൽ ഇവരുടെ പഴയ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. തൊപ്പി, മാല, ഇതെല്ലാം അടച്ചേക്കനായിട്ട് എനിക്ക് എവിടെയും ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതെല്ലാം ഇവർ അടച്ച് പൂട്ടിയേക്കനാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഇവിടെ ആ ഒരു ഫ്ലഡിന് മുമ്പ് എന്തോ അടച്ചതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഫ്ലഡ് കഴിഞ്ഞിട്ട് പിന്നെ അതുവരെയും തുറന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ അതെ ഇവിടെ തോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ മര്യാദക്ക് കാണാൻ പറ്റൂല, അതാണ് നമ്മൾ ഉള്ളിൽ കയറി കാണുന്നതും ഇങ്ങനെ കാണുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് കേട്ടോ. എന്താണ് ഇവർ തുറക്കാത്തതെന്ന് ഒരു പിടുത്തൂല കേട്ടോ. തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ മര്യാദക്ക് കാണാൻ പറ്റുമായിരുന്നു. കണ്ടില്ലേ, കാണുന്നതൊക്കെ മിഥുൻ്റെ ഒരു തലയുടെ ഒരു കൊത്തിയ ചിത്രമുണ്ട് കാണുന്നത്. അതുപോലെ തന്നെ പണ്ട് ഇവർ ഭക്ഷണം പാകം ചെയ്യണ ആ ഒരു സ്റ്റൈല്, പിന്നെ ഓരോരോ മൃഗങ്ങളുടെ ചിത്രങ്ങൾ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. മുതല, പിന്നെ ടൈഗർ, പിന്നെ അതേ പച്ചക്കറികളാണ്ടേ കാണുന്നത്, ചോളമൊക്കെ കറക്റ്റ് നമ്മൾ എന്താ പറയുക ഒറിജിനൽ പോലത്തെ ഒരു ഫീലാണ് കേട്ടോ. എന്നാലും സംഭവങ്ങൾ കൊള്ളാം. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുകയാണെങ്കിൽ സെറ്റാണ് കേട്ടോ. പക്ഷെ ഇത് തുറന്നിട്ടില്ല, കണ്ടില്ലേ, ലോക്ക്ഡാണ്. ഇതിൻ്റെ വാതിൽ തന്നെ കാണാൻ ഭംഗിയാണ് കേട്ടോ, വാതിൽ. പിന്നെ ഇവർ പണിതേക്കടെ എല്ലാം, ഇതെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. എല്ലാം പ്രത്യേക ഭംഗി തന്നെയാണ് കാണാൻ വേണ്ടി. കാണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പരിപാടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനർത്ഥങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഇവർ ആ ഒരു ബെല്ല് പോലത്തെ ഒരു സംഭവമുണ്ട്, അതിലടിക്കണതാണ്. അതുപോലെ തന്നെ ഈ കാണുന്നില്ലേ മിഥുനെ കെട്ടി വലിക്കണേട്ടാ. ഇവിടെയുള്ള ഗ്രാമവാസികൾ പണ്ട് മിഥുനെ കെട്ടി വലിക്കണ ഒരു ചിത്രമാണ് കൊടുത്തേക്കണത്. അതുപോലെ തോക്ക്, കത്തി, പിന്നെ ആ ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. അത് കണ്ടില്ലേ, അവിടെ ഇവിടുത്തെ പിള്ളേരൊക്കെ വന്നിരിപ്പുണ്ട്. അതൊരു വ്യൂ പോയിൻ്റ് ഇവർ തന്നെ പണിതാണ് കേട്ടോ. ഫുള്ള് മറ്റേ ബാമ്പ് വെച്ച് പണിതേക്കണേണ്. എന്തായാലും നമുക്ക് ഈ ഒരു സംഭവം കണ്ടിട്ട് അങ്ങോട്ടേക്ക് പോകാട്ടോ. ഈ കാണുന്ന 46ാമത്തെ എന്ന് പറയുന്നത് മോൺ ഹെഡ് ക്വാർട്ടറിൻ്റെ കേട്ടോ. അതായത് നമ്മൾ നിൽക്കണ ഈ ഒരു മോണിൻ്റെ ആൾക്കാരുടെ ആ ഒരു ഇതാണ് ഇവിടെ കൊടുത്തേക്കണത്. പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു സ്പേസാണ് ഇത്, കണ്ടില്ലേ. എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം എല്ലാം സിമിലർ തന്നെയാണ്, എന്നാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആണ് വ്യൂ പോയിന്റ് കേട്ടാ. ഇവിടെ ഫുള്ള് കാട് പിടിച്ച് കിടക്കണേണ്, പറയാൻ പറ്റില്ല, പാമ്പൊക്കെ ഉണ്ടാവും കേട്ടാ. അത്യാവശ്യം പഴക്കമുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ആൾക്കാർ കൂടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒരു മിനി ഹോൺബിൽ ടൈമിൽ മാത്രമേ ആൾക്കാർ വരുള്ളൂ. അല്ലാത്ത പക്ഷം 1-2 ആൾക്കാരൊക്കെ വന്നും പോവും, അത്രേ ഉള്ളൂ നമ്മളെ പോലെ. പിന്നെ ശരിക്കും ഈ ഒരു ഫ്രെയിം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ മുള വെച്ചുണ്ടാക്കിയത്. ബാക്കി ഇതുണ്ടല്ലേ, ഇതൊക്കെ കോൺക്രീറ്റ് ചെയ്താണ്ടാ. ഇതൊക്കെ ഫുള്ള് ആടുകൾ വന്നിട്ട് കാട്ടുവിട്ട് വെച്ചേക്കണേണ്. ഇവിടെ നിന്ന് തന്നെ നല്ലൊരു വ്യൂ തന്നെയാണ് കേട്ടോ. ഇവിടെ മാത്രമല്ല, അപ്പുറത്തേക്ക് ഉണ്ട് വ്യൂ പോയിന്റ്. നമ്മളെ ഇപ്പം അവിടെ നിന്നൊക്കെ ഇറങ്ങിയേട്ടാ. ഇനി നമ്മൾ നേരെ തിരിച്ച് മോൺ ടൗണിലേക്ക് പോകണേണ്. നമ്മൾ നേരത്തെ വന്ന റൂട്ടില്ലേ, ആ ഒരു റൂട്ട് തന്നെയാണ് തിരിച്ച് പോകണത്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഈ കാണുന്ന തൊപ്പി മിസ്സായിട്ടാ. അതിൻ്റെ തിരിച്ച് വന്നോക്കി ഞാൻ നോക്കുമ്പോൾ ഇവിടെ വഴിയിൽ കിടപ്പുണ്ടായിരുന്നു. വല്ലാത്ത മറവി കൂടുതലാണ് എനിക്ക്. നമ്മളിപ്പോൾ മോൺ ടൗണിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നേട്ടാ. ഈ വലിയ വണ്ടികളൊക്കെ ദിമാപൂരിലേക്ക് പോണതാണ്. ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ആകെയുള്ളത് കുറേ കടകൾ, കുറേ ബിൽഡിങ്ങുകൾ,
റെസ്റ്റോറൻറ്റുകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും നാളെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പ്ലാൻ ഇട്ടേക്കണം കേട്ടോ. അടുത്ത നമ്മൾ പോണത് ഇവിടെ നിന്ന് ലോങ് വേയിലേക്കാണ്. ഇന്ന് പോലും നടക്കില്ല, ഇപ്പോൾ ഏകദേശം ഉച്ചയാറ കേട്ടോ. ഇതിൻ്റെ കാണാനൊക്കെ ഇറച്ചിയുടെയും മീനിൻ്റെയൊക്കെ കടകളാണ്, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ ഇവിടെ. നമ്മളിപ്പോൾ അവസാനം വന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതൊരു കോണിയാക്ക് ബാപ്റ്റിസ്റ്റ് ചർച്ചാണ് കേട്ടോ. ഇത് ഏഷ്യയിലെ നമ്പർ 1 നമ്പർ 2 ചർച്ചാണ്. നമ്മൾ ഇന്നലെയും ഇവിടെ വന്നതാണ് കേട്ടോ. ഏകദേശം 1952 ഇത് പണിത് കേട്ടോ. ഇത് കറക്റ്റ് സെൻറ്ററിലാണ് വന്നത്. നമ്മളിപ്പോൾ ഉള്ളത് മോൺ ടൗണിലാണ് കേട്ടോ. ഇവിടെ നിന്ന് നല്ല അടിപൊളി ഒരു വ്യൂ കിട്ടും. എൻ്റെ ഈ ഒരു ഫ്രണ്ടിൽ കാണുന്നതാണ് മോൻ എന്ന് പറഞ്ഞ ടൗൺ കേട്ടോ. ഇവിടെ നിന്നാൽ മാത്രമേ നമുക്ക് ഇത്രയും മനോഹരമായൊരു വ്യൂ കാണാൻ പറ്റുള്ളൂ. എല്ലാ ബിൽഡിങ്ങുകളും നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കറങ്ങി വന്ന റൂട്ടാണ് ഈ കാണുന്നത്. ഇവിടുന്ന് ഇങ്ങനെ നടന്നാണ് വന്നത്. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് റോഡും ഉണ്ട് കേട്ടോ. ഇപ്പം ഏകദേശം ഇരുട്ടി തുടങ്ങാറായി, 5:30 ആ ഒരു ടൈമായിട്ടാണ്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എന്തായാലും നാളെ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് ലോങ് വേയിലേക്കാണ്. ലോങ് വേയിലേക്ക് ഏകദേശം 40-30 കിലോമീറ്റർ ഉണ്ട്. എപ്പോൾ എത്തുന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നാളെ നമ്മുടെ ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ ഫുള്ള് കാണുക കേട്ടോ.